ഇഡി റെയ്ഡിൽ പ്രതികരിച്ച് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ വീണയുടെ അക്കൗണ്ട് മറവിപ്പിച്ചെന്ന് പിണറായി സ്ഥിരീകരിച്ചു. തന്നോട് ഇഡി ഒന്നും ചോദിച്ചില്ലെന്നും പ്രതികരണം. MS വീണയുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. വീണ, അതായത് മകളുടെ ബാങ്ക് അക്കൗണ്ട് മറവിപ്പിച്ചു, അക്കാര്യം പിണറായി സ്ഥിരീകരിക്കുന്നുണ്ട്. പക്ഷേ ഈ സഖാക്കൾ ഇത്രയേറെ പ്രതിഷേധം, ഇഡി ഉദ്യോഗസ്ഥരെ വധിക്കാനടക്കം ശ്രമിച്ചു. അതെന്തിനു വേണ്ടിയിട്ടായിരുന്നു? ഞങ്ങളുടെ പിണറായിയെ നിങ്ങൾ തൊട്ടു എന്ന് പറഞ്ഞ്. പക്ഷേ ഇപ്പോൾ സാക്ഷാൽ പിണറായി തന്നെ പറയുന്നു തന്നോടൊന്നും ചോദിച്ചിട്ടില്ല. അതായത് പുള്ളി തന്നെ അതിൽ നിന്ന് തടി ഊരിയെടുക്കുകയാണ്. തീർച്ചയായും രാഖ്യത തന്നെയാണ്. ഇഡി റെയ്ഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസം തലസ്ഥാന നഗരം സാക്ഷ്യം വഹിച്ചത് അസാധാരണമായിട്ടുള്ള സഖാക്കളുടെ നീക്കവും ഒപ്പം തന്നെ അക്രമങ്ങൾ അഴിച്ചുവിടുന്ന സാഹചര്യവുമാണ് ഉണ്ടായത്. ഒരു പക്ഷേ പിണറായി അല്ലെങ്കിൽ സഖാക്കളെ നിയന്ത്രിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുതിർന്ന നേതാക്കളടക്കം സമീപനം പാലിച്ചില്ല എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. വലിയ തരത്തിൽ അക്രമമുണ്ടായി. ഔദ്യോഗിക കൃത്യനിർവഹണത്തിനെത്തിയ ഉദ്യോഗസ്ഥരെ വരെ ആക്രമിക്കുകയും വധശ്രമത്തിനടക്കമുള്ള കേസെടുത്തൊരു സാഹചര്യമുണ്ടായി. നഗരമധ്യത്തിൽ സഖാക്കൾ അഴിഞ്ഞാടുന്ന കാഴ്ചയ്ക്ക് തന്നെയാണ് സാക്ഷ്യം വഹിച്ചത്. അത് കഴിഞ്ഞ് 24 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് പിണറായിയുടെ ഭാഗത്തുനിന്ന് ഒരു ന്യായീകരണം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. മകളുടെ അക്കൗണ്ട് മരവിപ്പിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം സമ്മതിക്കുന്നുണ്ട്. പക്ഷേ സഖാക്കൾ എന്തിനാണ് ഇത്തരത്തിൽ പെരുമാറിയത് എന്നുള്ള കാര്യത്തിൽ കൃത്യമായി മറുപടി പറയുന്നില്ല. അവരെ തള്ളുന്നില്ല കൊള്ളുന്നില്ല എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണെങ്കിൽ പോലും തന്നെ ഇഡി ചോദ്യം ചെയ്തില്ല എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തിനാണ് നഗരത്തിൽ ഇത്തരത്തിൽ അഴിഞ്ഞാട്ടം CPM സഖാക്കളുടെ ഭാഗത്തു നിന്നുണ്ടായതെന്നുള്ളൊരു ചോദ്യത്തിന് കൃത്യമായി മറുപടിയില്ല എന്നുള്ളതാണ്. പിണറായിക്ക് ഉത്തരം മുട്ടുന്നു എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം മുൻപ് കോടിയേരി ബാലകൃഷ്ണന്റെ മകന് നേരെ ഇത്തരത്തിലുള്ളൊരു കേസ് വന്നപ്പോൾ അന്ന് നേതാക്കളോടും സഖാക്കന്മാരോടും പ്രതികരിക്കരുത്, മൗനം പാലിക്കണം, അച്ചടക്കത്തോടു കൂടി പെരുമാറണമെന്ന് വർഷങ്ങൾക്ക് മുമ്പ് നിർദ്ദേശം നൽകിയ പിണറായി വിജയനാണ് തനിക്കും തൻ്റെ കുടുംബത്തിന് നേരെയും അല്ലെങ്കിൽ തൻ്റെ മകൾക്ക് നേരെയും ചോദ്യങ്ങൾ ഉയരുന്നു. വഴിവിട്ട ഇടപാടുകൾ അല്ലെങ്കിൽ സാമ്പത്തിക ഇടപാടുകളിൽ ക്രമാതീതമായിട്ടുള്ള ക്രമക്കേടുകൾ ഉണ്ട് എന്നുള്ള ആരോപണങ്ങളും പരാതികളും നിലനിൽക്കുമ്പോൾ അത് സാധൂകരിക്കുന്നതിനുള്ള നടപടികളിൽ സഹകരിക്കാതെ അത്തരത്തിൽ സ്വന്തം വീടിന് മുമ്പിൽ തന്നെ പൊതുഗതാഗതം തടസ്സപ്പെടുത്തിക്കൊണ്ട് സാധാരണക്കാരുടെ സ്വൈര്യ ജീവിതത്തിനടക്കം വെല്ലുവിളി ഉയർത്തിക്കൊണ്ടാണ് സഖാക്കന്മാർ ഇത്തരത്തിൽ അക്രമം അഴിച്ചുവിട്ടത്. ആ അക്രമത്തിൽ പൊതുജനങ്ങളോട് മാപ്പ് പറയുവാനുള്ള അല്ലെങ്കിൽ പൊതുജനങ്ങൾക്കുണ്ടായ ബുദ്ധിമുട്ടിൽ ഒരു മാപ്പ് പറയുവാനുള്ള ഉത്തരവാദിത്വം എന്തായാലും പിണറായി വിജയനുണ്ട്. സ്വാഭാവികമായും കഴിഞ്ഞ 10 വർഷം സംസ്ഥാനം ഭരിച്ച സർക്കാരിൻ്റെ മുഖ്യമന്ത്രി എന്നുള്ളതും നിലവിലെ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിലും തനിക്ക് നേരെയോ തൻ്റെ കുടുംബാംഗങ്ങൾക്ക് നേരെയോ ഇത്തരത്തിലൊരു അന്വേഷണത്തിൻ്റെ ഭാഗമായി നിയമ നടപടി ഉണ്ടാകുമ്പോൾ അതനുസരിച്ചെത്തുമ്പോൾ ഇത്തരത്തിലുള്ള ന്യായീകരണ വാദങ്ങൾ നിരത്തിക്കൊണ്ട് തടി തപ്പുന്ന സമീപനം തന്നെയാണ് പിണറായി വിജയന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത് എന്നുള്ളത് ഉറപ്പാണ്. നിലവിലിപ്പോൾ സഭയിൽ നടന്ന നയപ്രഖ്യാപന പ്രസംഗത്തിൽ പങ്കെടുക്കുന്ന സമയത്ത് സഭാംഗം എന്ന നിലയിൽ ഉണ്ടാവുകയും അതിനുശേഷം നയപ്രഖ്യാപനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് വിശദീകരിക്കുന്നതെങ്കിൽ പോലും മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളിലാണ് ഇത്തരത്തിലുള്ള ന്യായവാദങ്ങൾ നിരത്തിക്കൊണ്ട് പിണറായി വിജയൻ തടി തപ്പുവാൻ. അതോടൊപ്പം തന്നെ നമ്മൾ ചേർത്ത് വായിക്കേണ്ട ഒന്നുണ്ട്. അതായത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റ് തുന്നം പാടിയതിനു ശേഷവും പിണറായി മാധ്യമങ്ങൾക്ക് മുൻപാകെ എത്തുമ്പോൾ ഓടി ഒളിക്കുന്ന സ്ഥിതിയൊക്കെ ആയിരുന്നു. പക്ഷേ വീണു കിട്ടിയ അവസരം പോലെയായി മാറി ഈ റെയ്ഡ്. അതായത് താൻ സ്വയം ഒരു ഇരയാണ് എന്ന് നടിച്ചുകൊണ്ട് ഇപ്പോൾ ഒന്നുമില്ലെങ്കിലും മാധ്യമങ്ങൾക്ക് മുൻപാകെ വന്നിരുന്ന് ചിരിക്കാനൊക്കെ അദ്ദേഹത്തിന് അറിയാം. അതാണ് രാഖി. ഈ പരാജയം കഴിഞ്ഞതിന് ശേഷം പിണറായി വിജയന്റെ ഭാഗത്ത് നിന്ന് ഒരു ഔദ്യോഗിക പ്രതികരണം ഉണ്ടായില്ല. കഴിഞ്ഞ ദിവസം ഒരു പൊതുമധ്യത്തിൽ അല്ലെങ്കിൽ ഒരു പൊതുപരിപാടിയിൽ തലസ്ഥാനത്ത് നടന്നൊരു പൊതുപരിപാടിയിൽ പങ്കെടുക്കുകയും തിരഞ്ഞെടുപ്പിലെ പരാജയം സമ്മതിക്കുന്നു, ആ തോൽവി അംഗീകരിക്കുന്നു, ആ തോൽവിയിലെ പാഠങ്ങൾ പഠിച്ചുകൊണ്ട് തിരിച്ചു വരുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് പറഞ്ഞതിന് പിന്നാലെയാണ് ഇഡി റെയ്ഡെത്തുന്നത്. അത്തരത്തിൽ നിയമപരമായി നേരിടുമെന്ന് പലപ്പോഴും അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാർട്ടി സംസ്ഥാന സെക്രട്ടറി അടക്കം പറയുമ്പോൾ പോലും അതുമായി ബന്ധപ്പെട്ടുള്ള അക്രമം അഴിച്ചുവിടുന്ന സാഹചര്യം അടക്കം ഉണ്ടാകുന്നു. കനത്ത തോൽവി ഉണ്ടാകുന്നു, തോൽവി അംഗീകരിക്കുന്നു. പിണറായിക്കെതിരെ പാർട്ടിക്ക് അകത്തു നിന്നുള്ളവർ തന്നെ വിമർശനം ഉന്നയിക്കുന്നു. നേതൃനിരയിലുള്ളവർ മാറി നിൽക്കണമെന്ന് പറയുന്നുണ്ട്. ഒപ്പം തന്നെ പിണറായിയുടെ ഭാഷാശൈലി അതുപോലെ തന്നെ ശരീരശൈലി, നേതാക്കളുമായി ഇടപെടുന്നതും പൊതുജനങ്ങളിൽ നിന്ന് അകന്നു പോയതും അടക്കമുള്ള കാര്യങ്ങളിൽ ലോക്കൽ കമ്മിറ്റികളിൽ നിന്നും വിമർശനം ഉയരുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ അത്തരത്തിലുള്ള വിമർശനങ്ങൾ നിലനിൽക്കുമ്പോൾ തനിക്കെതിരെ അല്ലെങ്കിൽ തൻ്റെ കുടുംബത്തിന് നേരെ ഒരു കേസ് അന്വേഷണം വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് സഹകരിക്കാതെ പൊതുവിൽ പാർട്ടി സഖാക്കളെയും പ്രാദേശിക പ്രവർത്തകരെയും ഒക്കെ നിരത്തിലിറക്കിക്കൊണ്ട് അതിനെ സംഘടനാപരമായി അല്ലെങ്കിൽ മറ്റൊരു തരത്തിലേക്ക് എത്തിച്ചുകൊണ്ട് അതിനെ വലിയ രീതിയിൽ ന്യായീകരിക്കും. ഒപ്പം തന്നെ താൻ
ഇരയാക്കപ്പെട്ടു, തന്നെയും തൻ്റെ കുടുംബത്തെയും ഇരയാക്കപ്പെട്ടു എന്ന് വരുത്തി തീർത്തുകൊണ്ട് പൊതുജനങ്ങൾക്കിടയിൽ ഒരു സിമ്പതി വരുത്തി തീർക്കുവാനുള്ള ഒരു നീക്കം തന്നെയാണ് നടന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം അതിനുശേഷമാണ് അദ്ദേഹം ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ പഴയ ശൈലി നമ്മൾ ഓർക്കുകയാണെങ്കിൽ ചില ചോദ്യങ്ങളോട് മുഖം തിരിഞ്ഞു നിൽക്കുകയും വിമർശനത്തോടുകൂടി മാധ്യമപ്രവർത്തകർക്ക് നേരെ മറുപടി നൽകുന്ന ഒരു പിണറായി വിജയനായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ തനിക്ക് നേരെ ഇത്തരം ഒരു ആക്രമണമുണ്ട്, അല്ലെങ്കിൽ തനിക്ക് തൻ്റെ പാർട്ടിക്ക് അകത്തുള്ളവർ തന്നെ വരുത്തി വെച്ച വിനയിൽ താൻ ഉത്തരം പറയേണ്ടി വരുമെന്ന് ബോധ്യപ്പെടുമ്പോൾ അത് തനിക്കത് സ്വയം രക്ഷയാക്കി മാറ്റിക്കൊണ്ട്, അല്ലെങ്കിൽ തനിക്കത് ഗുണം ചെയ്യുമെന്ന് വരുത്തി തീർത്തുന്ന സമീപനം തന്നെയാണ് പിണറായിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നതെന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും കേരളത്തിലെ ജനങ്ങളോട് അതുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങൾക്കുണ്ടായിരിക്കുന്ന ബുദ്ധിമുട്ടുകളിലടക്കം കൃത്യമായി മറുപടി പറയേണ്ടി വരും. സഖാക്കളെ, അതായത് ആക്രമണം അഴിച്ചുവിട്ട സഖാക്കളെ സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിച്ചു എങ്കിൽ പോലും അതിൽ കൃത്യമായ മറുപടി പറയേണ്ടി വരുമെന്നുള്ളതാണ്. അതിൻ്റെ കൂടെ നമ്മൾ കൂട്ടി വായിക്കേണ്ടതാണ് ബിനീഷ് കോടിയേരിക്ക് തിരിച്ച് പാർട്ടിയിലടക്കം അംഗത്വം നൽകിയത്. അന്ന് തനിക്ക് രക്ഷാകവചം ഒരുക്കുന്നതിനും അല്ലെങ്കിൽ പിണറായിയുടെ വീട്ടിൽ റെയ്ഡ് നടക്കുമ്പോൾ അവിടെ വന്ന് മറ്റ് സഖാക്കളെ ഏകോപിപ്പിച്ചുകൊണ്ട് അത്തരത്തിലുള്ളൊരു സംഘടനപരമായി സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്നതിലുമൊക്കെ നേതൃത്വം വഹിച്ച ബിനീഷ് കോടിയേരിക്ക് ഒരു പാരിതോഷികമല്ലേ ഈ പാർട്ടി അംഗത്വം വീണ്ടും പുതുക്കി നൽകിയതിലൂടെ നടപ്പാക്കിയെന്ന് കൂടി നമ്മൾ ചിന്തിക്കേണ്ടി വരും ഈ ഒരു ഘട്ടത്തിൽ. എന്തായാലും പിണറായിയുടെ വാക്കുകൾ അല്പം ഗൗരവമുള്ളതാണെങ്കിൽ പോലും, അല്ലെങ്കിൽ അത്തരത്തിൽ തന്നെ ന്യായീകരിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുവാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും അന്വേഷണത്തോട് എന്തുകൊണ്ട് സഹകരിച്ചില്ല, അല്ലെങ്കിൽ അതിനെ ഇത്തരത്തിലാക്കി തീർക്കുമ്പോൾ, അതിനെ സംഘടനാപരമായി അല്ലെങ്കിൽ സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുമ്പോൾ കൃത്യമായി മറുപടി പറയുവാൻ പൊതുജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെയും ഒപ്പം തന്നെ സ്വൈര്യ ജീവിതത്തെയും വെല്ലുവിളിക്കുന്ന തരത്തിലേക്ക് പാർട്ടിയുടെ അച്ചടക്ക നടപടികൾ ലംഘിക്കുമ്പോൾ അത് കൃത്യമായി തന്നെ പിണറായി വിജയന് മറുപടി പറയേണ്ടി വരുമെന്നുള്ള കാര്യം കൂടി ഉറപ്പാണ്. എന്തായാലും സംഘടനാ തലത്തിൽ മാത്രമല്ല, ഇത് അന്വേഷണ വിധേയമാക്കി നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമ്പോൾ സഖാക്കളെ തള്ളുന്ന നടപടിയാണോ കൊള്ളുന്ന നടപടിയാണോ പിണറായി സ്വീകരിക്കുക എന്നതും കാത്തിരുന്ന് കാണേണ്ടതാണ്. രാഖി. ശരി വീണു.